Hey guys, welcome back to NKL EDITS. So hey guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു ഷേക്ക് ബ്ലർ എഫക്റ്റ് ആണ്. ആ ഒരു ഷേക്ക് ബ്ലർ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ് അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രോജക്റ്റ് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ ഏതൊരു വീഡിയോ ആണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളും അതേപോലെ എടുക്കുന്നെങ്കിൽ ഇതേപോലെ കറക്റ്റായി കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുക. അതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ ക്ലിപ്പൊക്കെ കറക്റ്റായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെറും 3 ക്ലിപ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പം പറയുന്ന പോലെ നിങ്ങൾ ഓഡിയോ ഒക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ബീറ്റൊക്കെ മാർക്ക് ചെയ്ത് അതിനനുസരിച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, സ്പീഡിലേക്ക് വരിക, നമ്മൾ കർവ് എടുക്കുക. ഇതിൽ നമ്മൾ കസ്റ്റം കർവാണ് കൊടുക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അതെങ്ങനെ കൊടുക്കുക കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇന്നലെ കൊടുത്ത പോലത്തെ സെയിം കർവ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. നമ്മളിതാ മൂവ് ചെയ്യിക്കുക, ദെൻ ഡിലീറ്റ് അത് കൊടുക്കുക. അതേപോലെ ഈ ഒരു ബീറ്റും കളയുക. അതായത് 2 ബീറ്റ് കളഞ്ഞിട്ട് ഇതേപോലെ 3 ബീറ്റ് മാത്രം നമ്മൾ സെറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ബീറ്റ് ഇതേപോലെ ലേശം ഒന്ന് മുകളിലേക്ക് അപ്പ് ചെയ്യുക. അതുപോലെ ഈ ഒരു ബീറ്റും ഇതേപോലെ അപ്പ് ചെയ്യുക. ഈ ഒരു രീതിക്കാണ് നമ്മൾ എല്ലാ കർവും സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എത്ര ക്ലിപ്പാണ് എടുക്കുന്നത് അതിനൊക്കെ ഈ ഒരു രീതിയിലുള്ള കർവ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത 3 ക്ലിപ്പിലും കറക്റ്റായിട്ട് കർവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആനിമേഷൻസും എഫക്ട്സും ആണ് ആഡ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒന്നാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ആനിമേഷനിലേക്ക് വരിക. ആനിമേഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കുറേ അധികം ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ഇന്നാണ് എടുക്കേണ്ടത്. ഇൻ ഔട്ട് കോംബോ എന്നൊക്കെ പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഇന്നാണ് എടുക്കേണ്ടത്. ഇതൊന്ന് കുറച്ചധികം ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഷെയ്ക്കിൻ്റെ കുറച്ചധികം ആനിമേഷൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ കുറേ അധികം ഉണ്ട്. നമുക്ക് ഷെയ്ക്ക് 1 എടുക്കാം. ഓക്കെ, ഷെയ്ക്ക് 1 ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ വന്നൊരു 3 സെക്കൻഡ്സ്, അതായത് 0.3 സെക്കൻഡ്സിലേക്ക് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലിപ്പിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതും നമ്മൾ ആ ഒരു 3 സെക്കൻഡ് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന ക്ലിപ്പ് അനുസരിച്ച് ഞാൻ ഇപ്പോൾ എല്ലാം സെയിം ഡ്യൂറേഷൻ ആയതുകൊണ്ട് എല്ലാറ്റിലും നമ്മൾ 3 സെക്കൻഡ് വെച്ചാണ് കൊടുക്കുന്നത്. ഇതേപോലെ കറക്റ്റ് 3 സെക്കൻഡ്സ് എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലിപ്പിലേക്ക് വരിക. അടുത്ത ക്ലിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷെയ്ക്ക് 1 തന്നെയാണ് കൊടുക്കേണ്ടത്. ഇതും വന്ന് നമ്മൾ 3 സെക്കൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്ലിപ്പിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ ഒരു 3 സെക്കൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് മാറും. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഷേക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ബ്ലറാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിലേക്ക് വരിക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. ഇതിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൽ പോയാൽ വെർട്ടിക്കൽ ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ബ്ലർ വന്ന് 100 ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു ഫുള്ളായി കുറച്ച് കൊടുക്കുക. നമുക്കിതിൻ്റെ മാക്സിമം എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ച് കൊടുക്കുക ഒന്നാമത്തെ പാർട്ടിൽ. നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കുക. രണ്ടാമത്തെ ലെയർ ജസ്റ്റ് ഇതേപോലെ ഇൻക്രീസ് ആക്കി കൊടുത്ത ശേഷം അഡ്ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് വന്ന് അതിൻ്റെ വാല്യൂ വന്ന് ഒരു 80ലേക്ക് കുറച്ച് കൊടുക്കുക. രണ്ടാമത്തെ ലെയറിൽ നമ്മൾ 80ലേക്ക് കുറച്ച് കൊടുക്കുക. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മൾ കോപ്പി എടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സെയിം പ്രോസസ്സ് കുറച്ചൊന്ന് ലെങ്ത്ത് ഇൻക്രീസ് ആക്കി കൊടുക്കുക. കുറച്ചൊന്ന് ഇൻക്രീസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റിലേക്ക് വരിക. നമ്മൾ 80 എന്നുള്ളത് ഒരു 60 ആക്കി കൊടുക്കുക. സെയിം പ്രോസസ്സ് ഒന്നും കൂടി നമ്മൾ ചെയ്യുക. ഒന്നും കൂടി നമ്മളിത് ജസ്റ്റ് ഒന്ന് ലെങ്ത്ത് വലുതാക്കുക. അഡ്ജസ്റ്റിലേക്ക് വരിക, 40ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളെ ബ്ലർ. ഇതാണ് നമ്മൾ ഈ ഒരു ഷെയ്ക്കിന് കൊടുക്കുന്ന ബ്ലർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ബ്ലർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എല്ലാ ലെയേഴ്സിലേക്കും ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഒന്ന് കോപ്പി ചെയ്യുക. അടുത്തൊരു ലെയറിലേക്ക് വന്ന് ഇതേപോലെ കറക്റ്റായി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തതായി നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു പ്രോസസ്സ് ഞാൻ അധികം ഡിലേ ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ ആഡ് ചെയ്ത 3 ക്ലിപ്പിലേക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ സോങ് ആഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ്. നിങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമ്മളെ ബീറ്റ് മാർക്കൊക്കെ ആഡ് ചെയ്ത് കറക്റ്റായിട്ട് ഈ ഒരു ഷേക്ക് അപ്ലൈ ചെയ്താൽ നമ്മളെ വീഡിയോസ് വേറെ ലെവലായിരിക്കും. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീറ്റിനൊക്കെ അനുസരിച്ച് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ബ്ലറൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഷേക്കാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലും കാര്യത്തിലൊക്കെ ഈ ഒരു ഷേക്ക് യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.